രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി കൊടുത്തു. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളോട് അധിക്ഷേപിച്ച കേസിലെ പ്രതി ദീപ ജോസഫിന്റെ ഹർജിയിലാണ് തടസ്സ ഹർജി നൽകിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗ കേസിലെ ആദ്യ അതിജീവിതയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ അന്ന് ഈ അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തി അല്ലെങ്കിൽ അതിജീവിതയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട ദീപ ജോസഫിനെതിരെ കേസെടുത്തിരുന്നു. ആ കേസിലെ രണ്ടാം പ്രതിയാണ് ദീപ ജോസഫ്. ആ ദീപ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയിൽ നൽകി. അതായത് തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ ഹർജി നൽകിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. ഇതിലാണ് ഇപ്പോൾ ഈ അതിജീവിത തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. തന്റെ ഭാഗം കേൾക്കാതെ ഒരു ഉത്തരവോ ഇടക്കാല ഉത്തരവോ ഈ കേസിൽ പുറപ്പെടുവിക്കരുത് എന്നൊരാവശ്യവുമായിട്ടാണ് ഇപ്പോൾ അതിജീവിത ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലാണ് ദീപ ജോസഫിനെ രണ്ടാം പ്രതിയാക്കി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ആ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദീപ ജോസഫ് വന്നതിനെതിരെയാണ് ഇപ്പോൾ അതിജീവിതയുടെ തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്.